എന്തേ നമ്മുടെ കുട്ടികൾ ഇത്ര ക്രൂരന്മാരാകുന്നു? അടുത്ത കാലത്തായി പുറത്തുവരുന്ന റാഗിംഗ് കഥകൾ ആരെയാണ് ഭയപ്പെടുത്താത്തത്? എത്ര പൈശാചികമായിരുന്നു കോട്ടയം നഴ്സിംഗ് കോളേജിലെ കുട്ടികളുടെ വിനോദ പ്രവർത്തികൾ? ഇവരാണോ രോഗികളെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കുക? റാഗിങ്ങിനിരയായ കുട്ടിയെ ഹോസ്റ്റൽ മുറിയിൽ മുട്ടുകുത്തിച്ചു നിർത്തുന്നു. കവിളത്ത് മാറി മാറി അടിക്കുന്നു. തുടർന്ന് കട്ടിലിൽ കെട്ടി വരിഞ്ഞിട്ട് കോമ്പസും ഡിവൈഡറും ഉപയോഗിച്ച് വയറിലും ശരീരമാകെയും കുത്തി മുറിവേൽപ്പിച്ചു. ലൈംഗിക അവയവത്തിൽ ഭാരം കയറ്റിവെക്കുന്നു. എല്ലാം നോക്കി നിന്ന് സീനിയേഴ്സ് പൊട്ടിച്ചിരിക്കുന്നു. നിർബന്ധിച്ച് മദ്യപിപ്പിക്കുന്നു. ആ രംഗങ്ങൾ വീഡിയോയിൽ പകർത്തുന്നു. അർദ്ധരാത്രി പ്രതികളുടെ മുറിയിൽ വിളിച്ചു വരുത്തിയാണ് പീഡനം. നിലവിളി പുറത്തേക്ക് വരാതിരിക്കാൻ ഉച്ചത്തിൽ പാട്ടുവെക്കും. നവംബറിൽ തുടങ്ങിയ പീഡനമാണ് ഫെബ്രുവരിയിലും തുടരുന്നത്. എല്ലാ ആഴ്ചയും സീനിയേഴ്സിന് 800 രൂപ വെച്ച് ജൂനിയേഴ്സ് കൊടുക്കണം. ഇത് കൊടുക്കാത്തവരെ ക്രൂരമായി ആക്രമിക്കും. തിങ്കളാഴ്ച സീനിയേഴ്സിൽ ആരുടെയോ പിറന്നാൾ ആഘോഷത്തിന് 2000 രൂപ ചോദിച്ചു. കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് കൊടുക്കാനായില്ല. കൊടിയ മർദ്ദനം. എല്ലാ സമുദായക്കാരുമുണ്ട്. ഒരുവന് പോലും തോന്നിയില്ല മർദ്ദനമേൽക്കുന്നവൻ എൻ്റെ സഹോദരനാണെന്ന്, ഒരു കുടുംബത്തിന്റെ ആകെ പ്രതീക്ഷയാണെന്ന്. അതുപോലെ ഓരോ കുടുംബവും എല്ലാ പ്രതീക്ഷയും അർപ്പിച്ച് വിട്ടിരിക്കുന്നവനാണെന്ന്. ഞാൻ എന്ന് പോലും ആർക്കും തോന്നിയില്ല. സംഭവം വാർത്തയായി, കേസായി. 5 പേർ കോളേജിൽ നിന്നും പുറത്താക്കപ്പെടുന്നു. അവരെ വിശ്വസിച്ച കുടുംബത്തിന്റെ വേദന ആരറിയാൻ? പ്രതികൾക്ക് വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ കൂട്ടത്തോടെ കല്ലെറിയും. എല്ലാം തകരുകയല്ലേ? എന്തിനു വേണ്ടി? ആർക്കു വേണ്ടി? പിറ്റേന്ന് കഴക്കൂട്ടം സർക്കാർ കോളേജിൽ 7 വിദ്യാർത്ഥികൾ ചേർന്ന് 1-ാം വർഷം ബയോടെക് വിദ്യാർത്ഥിയെയും ബയോ കെമിസ്ട്രി വിദ്യാർത്ഥിയെയും ക്രൂരമായി ആക്രമിച്ചു. 7 വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് കേസെടുത്തു. അവരും കോളേജിൽ നിന്ന് പുറത്തായി. അന്ന് തന്നെ തലശ്ശേരി പാനൂർ പാറാട് സ്കൂളിൽ സീനിയർ വിദ്യാർത്ഥികൾ ഒരു +1 വിദ്യാർത്ഥിയുടെ കൈ അടിച്ചു തകർത്ത വാർത്തയുമുണ്ടായിരുന്നു. പരീക്ഷ കഴിഞ്ഞ് അധ്യാപകന്റെ യാത്രയപ്പും കഴിഞ്ഞ് വെള്ളം കുടിക്കാൻ ക്യാൻറ്റീനിലേക്ക് പോയ 19കാരനെയാണ് സീനിയേഴ്സ് മർദ്ദിച്ചത്. നീ എന്താടാ ഞങ്ങളെ ബഹുമാനിക്കില്ലേ എന്നാണ് ചോദ്യം. ഈ കുറ്റത്തിന് മുമ്പും ഈ കുട്ടി ആക്രമണ വിധേയനായിട്ടുണ്ടെന്ന് ബാപ്പ പറഞ്ഞു. തലയ്ക്കും കഴുത്തിനും ക്രൂരമായി മർദ്ദിച്ചു. ചവിട്ടി വീഴ്ത്തി. ഷൂ കൊണ്ട് കൈ ചവിട്ടി ഓടിച്ചു. എല്ലുകൾ പുറത്തു വന്നു. സമീപത്തുണ്ടായിരുന്ന PTA അംഗങ്ങൾ പോലും കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അടിച്ച കുട്ടികളുടെ പേരു പറയണമെന്നായിരുന്നു അവരുടെ ആവശ്യം. ഒടുവിൽ +1 വിദ്യാർത്ഥികൾ തന്നെ ആശുപത്രിയിലാക്കി. പരിക്ക് ഗുരുതരമായതുകൊണ്ട് തലശ്ശേരിയിലേക്ക് കൊണ്ടുവന്നു. എറണാകുളത്ത് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥി 15കാരൻ ഫ്ളാറ്റിന്റെ 26-ാം നിലയിൽ നിന്ന് ചാടി മരിച്ചു. സ്കൂളിലെ റാഗിംഗ് ആണ് പോലും വിഷയം. അന്ന് തന്നെ തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചലിൽ +1 വിദ്യാർത്ഥിയെ സ്കൂളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടു. തലേന്ന് വൈകുന്നേരം മുതൽ കുട്ടിയെ കാണാനില്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ കുറ്റിച്ചലിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു. കുട്ടിയുടെ പ്രൊജക്ട് റിപ്പോർട്ട് സീൽ ചെയ്തു കൊടുക്കാൻ സ്കൂളിലെ ക്ലർക്ക് തയ്യാറായില്ല. വീട്ടുകാരെ കൂട്ടിക്കൊണ്ടുവരുവാൻ പറഞ്ഞു. വീട്ടിൽ ചെന്നപ്പോൾ അവിടെയും വഴക്ക്. വീട് വിട്ട അവൻ തൂങ്ങി മരിച്ചെന്നാണ് കഥ. 2024 ഫെബ്രുവരി 18 പൂക്കോട് വെറ്റിനറി കോളേജിൽ റാഗിംഗ് പീഡനത്തെ തുടർന്ന് സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവം ഇന്നും നീറുന്ന കനലായി അവശേഷിക്കുന്നു. കേസിൽ പ്രതികളായ 17 വിദ്യാർത്ഥികളെ കോളേജിൽ പുനഃപ്രവേശിപ്പിക്കുന്നതിന് കേരള ഹൈക്കോടതി ഡിസംബറിൽ ഉത്തരവിട്ടു. ആ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. പഠിക്കാൻ അയക്കപ്പെടുന്ന കുട്ടികൾ എന്തേ ഇങ്ങനെ കൊല്ലപ്പെടുന്നു? നാം ഉണ്ടാക്കിയിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ എന്തേ പരാജയപ്പെടുന്നു? പുതിയ കുട്ടികളെ കൂടുതൽ സാമൂഹ്യ ബോധമുള്ളവരാക്കുവാൻ പ്രൊഫഷണൽ കോളേജുകളിൽ വളർന്നു വന്ന ഏർപ്പാട് ആകെ പൈശാചികമായി മാറിയപ്പോൾ അധികാരികൾ വിലക്കി. 2001 ഭാരതത്തിലെ സുപ്രീം കോടതി റാഗിംഗ് നിരോധിച്ചു. മിക്കവാറും സംസ്ഥാനങ്ങളിൽ റാഗിംഗ് നിരോധനമുണ്ട്. അത് നിരീക്ഷിക്കുവാൻ, റാഗിംഗ് തടയുവാൻ സംവിധാനങ്ങളുമുണ്ട്. പക്ഷേ നമ്മുടെ വിദ്യാർത്ഥികളിൽ 46% റാഗിങ്ങിന് വിധേയരാകുന്നു. ഇതാണ് കണക്ക്. അതിൽ 8.6% മാത്രമാണത്രേ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 2018 മുതൽ 2021 വരെ ഭാരതത്തിൽ 2700 സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇവയിൽ പകുതിയോളം ഉത്തർപ്രദേശിൽ നടന്നതായാണ് കണക്ക്. ഇന്ന് പ്രൊഫഷണൽ കോളേജുകളിൽ മാത്രമല്ല, പോസ്റ്റ് സ്കൂളുകളിൽ വരെ റാഗിംഗ് നടക്കുന്നു. അതിന്റെ അനുബന്ധ ദുരന്തങ്ങൾ അരങ്ങേറുകയും ചെയ്യുന്നു. കേരളത്തിൽ അടുത്ത കാലത്ത് പുറത്തുവന്ന കേസുകളെല്ലാം പ്രതികൾ SFIക്കാരാണ്. പിണറായി സർക്കാർ പ്രതികൾക്ക് സംരക്ഷണം നൽകുന്നു എന്ന് കരുതാവുന്ന സംഭവങ്ങളുമുണ്ട്.
അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നത് പോലെ ഇനി SFIയെ നിരോധിക്കുന്നു എന്ന് കരുതുക. റാഗിംഗ് ഇല്ലാതാകുമോ? ഇല്ല, അതാണ് സത്യം. അപ്പോൾ അവരും അവർക്ക് കിട്ടുന്ന സംരക്ഷണമോ മാത്രമല്ല വിഷയം. നമ്മുടെ കുട്ടികൾ നന്നാവണം. അക്കാര്യത്തിൽ സർക്കാരിനും അവരെ താങ്ങുന്ന സംഘടനകൾക്കും മാത്രമല്ല മത നേതൃത്വത്തിന് വരെ ഉത്തരവാദിത്തമുണ്ട്. ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ദാരുണ ദുരന്തമാവും ഉണ്ടാവുക. പിണറായി സർക്കാരിന് എന്തെല്ലാം കുറവുകൾ ഉണ്ടായാലും പാർട്ടിക്ക് വേണ്ടി കൊലപാതകം നടത്തി ശിക്ഷിക്കപ്പെട്ട് തടവിലായവരുടെ പൂക്കാലമാണിതെന്ന് ആർക്കും സംശയമുണ്ടാവില്ല. TP ചന്ദ്രശേഖരനെ വെട്ടിനുറുക്കിയതിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന പ്രതികളിൽ 3 പേർക്ക് 1000 ദിവസം വീതവും 6 പേർക്ക് 500 ദിവസത്തിലേറെയും പരോൾ കൊടുത്ത പിണറായി സർക്കാർ. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ ചോദ്യത്തിന് മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നൽകിയ മറുപടിയിലാണ് ഞെട്ടിക്കുന്ന ഈ വിവരമുള്ളത്. KC രാമചന്ദ്രൻ, ട്രൗസർ മനോജ്, അണ്ണൻ സജിത് എന്നിവർക്കാണ് 1000 ദിവസത്തിലേറെ പരോൾ ലഭിച്ചത്. രാമചന്ദ്രന് 1081 ദിവസവും, സജിത്തിന് 1078 ദിവസവും, മനോജിന് 1068 ദിവസവും പരോൾ കിട്ടി. TK രാജേഷിന് 940 ദിവസവും, ഷിനോജിന് 925 ദിവസവും, അനൂപിന് 900 ദിവസവും, കിർമാനി മനോജിന് 851 ദിവസവും, റഫീഖിന് 782 ദിവസവും, മുഹമ്മദ് ഷാഫിക്ക് 656 ദിവസവും പരോൾ കിട്ടി. ഓർഡിനറി ലീവ്, എമർജൻസി ലീവ്, കോവിഡ് സ്പെഷ്യൽ ലീവ് ഇങ്ങനെ 3 വിധത്തിലാണ് പരോൾ അനുവദിച്ചത്. ഈ യാഥാർത്ഥ്യം എന്താണ് പറഞ്ഞു തരുന്നത്? ജനം ചിന്തിക്കണം. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ദീർഘകാലത്തെ അഭ്യർത്ഥന മാനിച്ച് 2021 ജനുവരിയിൽ പിണറായി സർക്കാരാണ് കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ, സാമ്പത്തിക പിന്നോക്കാവസ്ഥ, ക്ഷേമം എന്നിവ സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ JB കോശി കമ്മീഷനെ നിയോഗിച്ചത്. ധീരമായ നടപടി. മുൻ പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ്, രാഷ്ട്രപതിയുടെ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ക്രിസ്റ്റി ഫെർണാണ്ടസ് എന്നിവരായിരുന്നു അംഗങ്ങൾ. കേരളത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ വിഭാഗമായ സീറോ മലബാർ ക്രിസ്ത്യാനികൾക്ക് പ്രാതിനിധ്യം ഇല്ലാത്തതായിരുന്നു കമ്മീഷൻ. ജില്ലാ ജഡ്ജിയായിരുന്ന CV ഫ്രാൻസിസ് ജേക്കബിനെ മെമ്പർ സെക്രട്ടറിയാക്കി നിയമിച്ചുകൊണ്ട് സർക്കാർ ആ കുറവ് ഒരു പരിധിവരെ പരിഹരിച്ചു. കമ്മീഷനെ ഗൗരവത്തിലെടുത്ത ക്രൈസ്തവ സമൂഹം ആത്മാർത്ഥമായി സഹകരിച്ചു. 4.87 ലക്ഷം പരാതികളാണ് കമ്മീഷന് ലഭിച്ചത്. 14 ജില്ലകളിലും കമ്മീഷൻ സിറ്റിംഗ് നടത്തി. 2023 മെയ് 17 കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. 2 വാല്യങ്ങളിലായി 368 പേജുള്ള വലിയ റിപ്പോർട്ടാണ് കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ചത്. 500 നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നതായി വെളിപ്പെടുത്തപ്പെട്ടു. എന്നാൽ കമ്മീഷന്റെ ശുപാർശകൾ എന്തെല്ലാമാണെന്ന് 2 വർഷം കഴിഞ്ഞിട്ടും സർക്കാർ പരസ്യമാക്കിയിട്ടില്ല. അതായത് ആരുടെ നിലവിളി പ്രകാരം സർക്കാർ കമ്മീഷനെ നിയോഗിച്ചോ, ആ ജനതയ്ക്ക് കമ്മീഷൻ എന്തു പറഞ്ഞെന്നോ, ആ ശുപാർശകളിൽ സർക്കാർ എന്തു ചെയ്തെന്നോ ഒരു വിവരവുമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ എല്ലാം സർക്കാർ ഒളിച്ചു വെക്കുകയാണ്. അതാപത്താവും. പിണറായിക്ക് ആരെയാണ് പേടി? എന്തേ സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നില്ല? കമ്മീഷന്റെ ശുപാർശകളിൽ പലതും ചോർന്നു വരുന്നുണ്ട്. ക്രൈസ്തവ സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് PSC നിയമനങ്ങളിൽ സംവരണം വേണം. മദ്രസ അധ്യാപകർക്ക് എന്ന പോലെ സൺഡേ സ്കൂൾ അധ്യാപകർക്കും ക്ഷേമനിധി ബോർഡ് വേണം. പുനർഗേഹം പദ്ധതിയിൽ തീരത്ത് നിന്ന് മാറി താമസിക്കുന്നതിന് 5000 രൂപ പോരാ. കുട്ടനാട്ടിലെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും മലയോര മേഖലകളിൽ വന്യജീവി ആക്രമണം നേരിടുന്നതിന് നടപടി ഉണ്ടാകണമെന്നും റിപ്പോർട്ടിലുണ്ടെന്നെല്ലാം പറയുന്നു. ഇതെല്ലാം സത്യമോ മിഥ്യയോ എന്ന് ആർക്കറിയാം? പിണറായി മന്ത്രിസഭയിലെ സുറിയാനി കത്തോലിക്കനായ റോഷി അഗസ്റ്റിനെ പോലും പിണറായി വിശ്വാസത്തിൽ എടുക്കാത്ത മട്ടാണ്. ഇത് സംബന്ധിച്ചുള്ള മന്ത്രിസഭാ ഉപസമിതിയിൽ റോഷിയുള്ളതായി കാണാനില്ല. കേരള കോൺഗ്രസിനോടുള്ള ഒരു അവഗണനയായി അവർ കണക്കാക്കുന്നില്ലെങ്കിൽ കൂടി ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് റോഷിയെ ഉപസമിതിയിൽ ചേർക്കാത്തത് സുറിയാനി മലബാർ ക്രൈസ്തവരോടുള്ള അവഗണനയാണ്. ന്യൂനപക്ഷ വകുപ്പ് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ മാത്രം കൈകാര്യം ചെയ്യുന്ന രീതി മാറ്റണമെന്ന് 2ാം പിണറായി സർക്കാരിനോട് ആവശ്യപ്പെടുകയും അത് തുടക്കത്തിൽ മുഖ്യമന്ത്രി സമ്മതിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ ആ സമുദായത്തിൽപ്പെട്ട ആളിനു തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അദ്ദേഹം മദ്രസ അധ്യാപകർക്ക് പലിശയില്ലാത്ത ഭവന നിർമ്മാണ വായ്പ വരെ കൊടുക്കുന്നു. ക്രൈസ്തവ സമൂഹം എല്ലാം സഹിച്ച് നാവടക്കി ജീവിക്കും എന്നാവും പിണറായി കരുതുന്നത്. കോശി കമ്മീഷൻ റിപ്പോർട്ട് സംബന്ധിച്ച് എന്തോ ചെയ്യുന്നതായി വരുത്താൻ മാധ്യമങ്ങളിലൂടെ സർക്കാർ നോക്കുന്നുണ്ട്.
2024 മാർച്ച് 3 റിപ്പോർട്ട് പരിശോധിക്കുവാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി 3-അംഗ സമിതി രൂപീകരിച്ചു. പൊതുഭരണ വകുപ്പ്, ന്യൂനപക്ഷ വകുപ്പ് സെക്രട്ടറിമാരാണ് 2 അംഗങ്ങൾ. 2 ആഴ്ച കൂടുമ്പോൾ ഇവ യോഗം ചേരണമെന്നും ഓരോ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആ വകുപ്പിലെ സെക്രട്ടറിയെ കൂടി പങ്കെടുപ്പിക്കണമെന്നും തീരുമാനിച്ചതായും സർക്കാർ അറിയിച്ചു. ശുപാർശകൾ പരിശോധിച്ച് 1 മാസത്തിലധികം മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് സമർപ്പിക്കണം എന്നതായിരുന്നു കമ്മിറ്റിയോട് സർക്കാർ അന്ന് പറഞ്ഞതായി പ്രസിദ്ധീകരിച്ചിരുന്നത്. അതായത് 2024 ഏപ്രിൽ 3 മുൻപ് ശുപാർശകൾ സർക്കാരിന് കിട്ടണമെന്ന്. കിട്ടിയോ അതോ സർക്കാർ വല്ലതും ചെയ്തോ ആർക്കും അറിയില്ല. ക്രൈസ്തവ സമൂഹത്തിന് ഒരു വിവരവുമില്ല. ശുപാർശകളിൽ ഫിഷറീസ്, പൊതുവിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പുകൾ എന്നിവയ്ക്ക് മുൻഗണന നൽകുമെന്ന് സർക്കാർ തീരുമാനിച്ചതായി അന്ന് വെളിപ്പെടുത്തിയിരുന്നു. എന്തു ചെയ്തു എന്ന് ആർക്കും അറിയില്ല. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച 2025 ഫെബ്രുവരി 17 മന്ത്രിസഭയുടെ ഉപസമിതി ചേർന്ന് JB കമ്മീഷൻ ശുപാർശകൾ നടപ്പാക്കുന്നത് സംബന്ധിച്ച നടപടികൾ അവലോകനം ചെയ്തതായി സർക്കാർ അറിയിച്ചു. കമ്മീഷന്റെ ശുപാർശകളിൽ തുടർ നടപടികളിൽ മികച്ച പുരോഗതിയുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ തിങ്കളാഴ്ച ചേർന്ന മന്ത്രിസഭയുടെ പ്രത്യേക യോഗം വിലയിരുത്തിയതായി സർക്കാർ അറിയിച്ചു. ഇതിന്റെ പ്രയോജനം കിട്ടേണ്ട സമൂഹം ഒന്നും കിട്ടിയതായി അറിയുന്നില്ല. സർക്കാർ ഏതാണ്ടെല്ലാം ചെയ്തതായി പറയുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുന്നോടിയായി ഒരു തട്ടിപ്പാണിതെല്ലാമെന്ന് കരുതേണ്ട നിലയിലാണ് ക്രൈസ്തവ സമൂഹം. അല്ലെങ്കിൽ എന്ത് ചെയ്തു എന്നും എന്തെല്ലാമായിരുന്നു ശുപാർശകളെന്നും എന്തേ ജനത്തോട് പറയുന്നില്ല? വകുപ്പുകൾക്ക് ഇതിനകം നടപ്പാക്കുവാൻ കഴിയാവുന്നവയിൽ മിക്കവയും നടപ്പാക്കിയിട്ടുണ്ടെന്നാണ് സർക്കാർ അറിയിപ്പ്. ശുപാർശകൾ എന്തെല്ലാം ആയിരുന്നു എന്ന് അറിഞ്ഞാലല്ലേ എന്തെല്ലാം നടപ്പാക്കിയെന്ന് പറയുന്നതിലെ പൊരുൾ മനസ്സിലാകൂ. നടപ്പിലാക്കാൻ സാധിക്കുന്നത് എന്ന വിശേഷണത്തിൽ വലിയ അപകടമുണ്ട്. ഒന്നും നടപ്പാക്കാൻ പറ്റാത്തതെന്നാണ് പറയുന്നതെങ്കിലോ ഒന്നും നടപ്പാക്കിയില്ല. ബാക്കിയുള്ളവ അടിയന്തരമായി നടപ്പാക്കണമെന്നും ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സെക്രട്ടറി തല കമ്മിറ്റി മോണിറ്ററിംഗ് നടത്തണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതായി സർക്കാർ അറിയിച്ചു. ശുപാർശകളെ 4ആയി തിരിച്ചിട്ടുണ്ടെന്ന് സർക്കാർ അറിയിപ്പ് വ്യക്തമാക്കുന്നു. സെക്രട്ടറിമാർക്ക് നടപ്പാക്കാവുന്നവ, മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വിടേണ്ടവ, കേന്ദ്ര സർക്കാരുമായി ചർച്ച ചെയ്യേണ്ടവ, നടപ്പാക്കാൻ പറ്റാത്തവ, ഇങ്ങനെയാണ് 4 തരമാക്കുന്നത്. ഇവ തരംതിരിച്ച് ചീഫ് സെക്രട്ടറിമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടറിമാരുടെ യോഗം ചേർന്ന് ക്രോഡീകരിച്ച് പട്ടിക തയ്യാറാക്കണം എന്ന് ഉപസമിതി തീരുമാനിച്ചു. അതിന് സമയപരിധി പ്രഖ്യാപിച്ചിട്ടില്ല. 1 മാസത്തിനകം എന്ന് 2024 മാർച്ച് 3 എടുത്ത തീരുമാനം പോലും നടപ്പായ മട്ടില്ല. മന്ത്രിസഭയുടെ പരിഗണനയ്ക്കെടുക്കേണ്ട ശുപാർശകൾ കാലതാമസം കൂടാതെ മന്ത്രിസഭയിൽ കൊണ്ടുവരും. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതത് സെക്രട്ടറിമാർ കേന്ദ്രവുമായി ബന്ധപ്പെടണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇത് സംബന്ധിച്ചൊന്നും ക്രൈസ്തവ സമൂഹം അറിയേണ്ടതില്ല. റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ സംബന്ധിച്ച മുഖ്യമന്ത്രിയുടെ അവകാശവാദം മുഖവിലയ്ക്ക് എടുക്കാനാവില്ലെന്ന് KCBCയുടെ ജാഗ്രതാ സമിതി പ്രതികരിച്ചു. കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് സമുദായ സംഘടനാ നേതാക്കളുമായി നിർദ്ദേശങ്ങളെക്കുറിച്ച് ചർച്ച നടത്തുമെന്നും സമിതി ആവശ്യപ്പെട്ടു. വിഷയത്തിൽ സത്യസന്ധമായ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ക്രൈസ്തവ സമൂഹത്തിന് ബോധ്യം വരണമെങ്കിൽ സർക്കാർ ഇക്കാര്യത്തിൽ സുതാര്യത പുലർത്തണം. ഇതുവരെ സ്വീകരിച്ച നടപടികൾ ഔദ്യോഗികമായി പുറത്തുവിടണം. തുടർ ചർച്ചകളിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തണം, സമിതി ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഫെബ്രുവരി 17 ചേർന്ന യോഗത്തിൽ മന്ത്രിമാരായ P രാജീവ്, സജി ചെറിയാൻ, OR കേളു, R ബിന്ദു, V അബ്ദുൾ റഹ്മാൻ, ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരായ ബിശ്വനാഥ് സിൻഹ, KR ജ്യോതിലാൽ, പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ്, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി B അബ്ദുൾ നാസർ തുടങ്ങിയവർ പങ്കെടുത്തുവെന്ന് സർക്കാർ അറിയിച്ചു. പിണറായിക്ക് ചിലരെ പേടിയാണെന്നും ചിലരെ അദ്ദേഹം തീരെ വിലവെക്കുന്നില്ലെന്നും ഇതെല്ലാം ക്രൈസ്തവരോട് പറയുന്നില്ലേ? അത് സമൂഹം തിരിച്ചറിയുന്നില്ലെന്ന് കരുതരുത്. കർഷക കുടുംബങ്ങളുടെ സമുദ്ധാരണത്തിനായി ഇൻഫാം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ അവതരിപ്പിച്ച 9 പരിപാടികൾ ഏറെ ഭാവനാസമ്പന്നവും നടപ്പാക്കപ്പെട്ടാൽ ഇന്നത്തെ കർഷക മേഖലയുടെ പുനരുദ്ധാരണത്തിന് നിർണായകമായ സംഭാവനയായി മാറുന്നവയാണ്.
പാറത്തോടിൽ ഫെബ്രുവരി 13 ചേർന്ന സംസ്ഥാന അസംബ്ലിയിലാണ് തോമസ് അച്ചൻ പരിപാടികൾ അവതരിപ്പിച്ചത്. അശാസ്ത്രീയമായ കൃഷിരീതികളും വളപ്രയോഗവും മൂലം മൃതപ്രായമായ മണ്ണിന്റെ pH ക്രമീകരിച്ച് ഫലപുഷ്ടിയാർജിക്കുന്നതിന് ഡോളോമൈറ്റ്, കുമ്മായം, പച്ചക്കക്ക എന്നിവ കൃഷിയിടത്തിൽ എത്തിച്ചു നൽകുന്നതിനാണ് ഭൂമി പുനർജനി എന്ന ഒന്നാമത്തെ പദ്ധതി. മണ്ണിന്റെ സമ്പുഷ്ടീകരണത്തിന് വേണ്ടി ചാണകം, കമ്പോസ്റ്റ്, ജൈവവളങ്ങൾ, ജീവാണുവളങ്ങൾ തുടങ്ങിയവ കൃഷിയിടത്തിലേക്ക് എത്തിക്കുന്നതാണ് ധരണി സമൃദ്ധി എന്ന രണ്ടാമത്തെ പദ്ധതി. ആഗോളതാപനത്തെ തടയുന്നതിനും അതോടൊപ്പം വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി നല്ലയിനം വിത്തുകളും തൈകളും വിതരണം ചെയ്യുന്നതാണ് കാർഷിക വനവൽക്കരണം എന്ന മൂന്നാമത്തെ പരിപാടി. കർഷകരുടെ വിളകളും വിഭവങ്ങളും സംഭരിക്കുന്നതിനും സംസ്കരിക്കുന്നതിനും വിറ്റഴിക്കുന്നതിനും വേണ്ടിയുള്ള കാർഷിക വിള സംഭരണ പദ്ധതിയാണ് നാലാമത്തേത്. ബയോഗ്യാസിനും ചാണകത്തിനും പാലുൽപാദനത്തിനും പ്രാദേശിക മാംസ ലഭ്യതയ്ക്കും വേണ്ടി അനുബന്ധ കൃഷികളായ കന്നുകാലി വളർത്തൽ, മുട്ടക്കോഴി, പന്നി, ആട് തുടങ്ങിയവയെ വളർത്തുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതാണ് അനുബന്ധ കൃഷി പ്രോത്സാഹന പദ്ധതി എന്ന അഞ്ചാമത്തെ പരിപാടി. കർഷകരുടെ കലാ സാംസ്കാരിക കഴിവുകളെ വളർത്തുന്നതിനും വികസിപ്പിക്കുന്നതിനും വേണ്ടി പരിശീലനവും പ്രോത്സാഹനവും നൽകുന്ന കൈക്കോട്ട് ചിലങ്കയും കാർഷിക കുടുംബങ്ങളിലെ കിടപ്പ് രോഗികൾക്കും ഡയാലിസിസുകാർക്കും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ളവർക്കും സഹായം എത്തിക്കുന്നതിനായി ആശുപത്രികളും സന്നദ്ധ സംഘടനകളുമായി ചേർന്ന് ക്രമീകരിക്കുന്ന പദ്ധതി. കർഷകരുടെ മക്കളുടെ വിദ്യാഭ്യാസപരമായ നേട്ടങ്ങളെ ആദരിക്കുന്നതിന് കിസാൻ ജസ് പദ്ധതി. മാനസിക വ്യതകളിലും തീവ്ര ദുഃഖത്തിലും പെട്ട കർഷകർക്ക് കൗൺസിലിംഗ് എന്നിവയാണ് അച്ഛൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന പദ്ധതികൾ. കാർഷിക ജില്ലയുടെ അടിസ്ഥാനത്തിലാവും പദ്ധതികൾ നടപ്പാക്കുക. പദ്ധതികളുടെ ഏകോപനം സംസ്ഥാന എക്സിക്യൂട്ടീവ് നിർവഹിക്കും. നമ്മുടെ നാട്ടിൽ പാഴായിട്ടിരിക്കുന്ന ഭൂമിയിൽ വീണ്ടും ജീവന്റെ തുടിപ്പുകൾ ഉയർത്തുന്നതിന് ഏറെ സഹായിക്കുന്നവയാണ് ഈ പദ്ധതികൾ. ഇവയോട് സഹകരിക്കാനും വിജയം നേടാനും കർഷകർക്കാവണം. ജനത്തിന് ഭക്ഷണം ഉണ്ടാക്കുന്ന പുണ്യ ദൗത്യമാണ് കൃഷി. പക്ഷേ കർഷകൻ നടത്തുന്ന സാമൂഹിക സേവനം ആരും തിരിച്ചറിയുന്നില്ല. കർഷക മേഖലയ്ക്ക് വേണ്ടി ബജറ്റിൽ ഏറെ പണം കാണാമെങ്കിലും അതെല്ലാം ഓഫീസിൽ കൃഷി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുത്തു തീർക്കുന്നതാണ് പതിവ്. കർഷകർക്ക് വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികൾ യഥാർത്ഥ കർഷകരിൽ എത്തിക്കുവാൻ ഇൻഫാമിനാകട്ടെ. അതിനെ സഹായിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ ബലപ്പെടുത്തണം. ആദ്യത്തെ 4 പദ്ധതികൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിന് സാധിച്ചാൽ തന്നെ കാർഷിക മേഖലയ്ക്ക് വലിയ ഉണർവുണ്ടാക്കുവാൻ സാധിക്കും. നല്ല പ്രവർത്തന ചരിത്രമുള്ള ഇൻഫാമിന് അതിന് സാധിക്കട്ടെ. കാർഷിക വിഭവങ്ങൾക്ക് വിപണി ഉണ്ടാക്കിയാൽ തന്നെ കാർഷിക മേഖലയിൽ വലിയ മാറ്റം ഉണ്ടാക്കാനാകും. ദേശീയ കായിക രംഗത്ത് തല ഉയർത്തി നിന്ന കേരളം ഇന്ന് ദയനീയ നിലയിലെത്തി. ഉത്തരാഖണ്ഡ് ദേശീയ ഗെയിംസിൽ കേരളം 14ാം സ്ഥാനത്താണ്. കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാൻ, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി, കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ എന്നിവർ പരസ്പരം കുറ്റപ്പെടുത്തുന്നു. മോശം പ്രകടനത്തിന് കാരണം മന്ത്രിയും സ്പോർട്സ് കൗൺസിലുമാണ്, വി സുനിൽകുമാർ ആരോപിച്ചു. മന്ത്രി വട്ടപൂജ്യമാണ്. കായിക മേഖലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. മന്ത്രി സംഘടനകളെ കുറ്റപ്പെടുത്തിയത് തെറ്റാണ്. കളരിപ്പയറ്റ് ദേശീയ ഗെയിംസിൽ ഉൾപ്പെടുത്തുവാൻ മന്ത്രി ഒന്നും ചെയ്തില്ല. 4 വർഷമായി ഒരു സംഘടനയ്ക്കും ഫണ്ട് നൽകിയിട്ടില്ല. കായിക സംഘടനകളെ മന്ത്രി അപമാനിച്ചു. മോശം പ്രകടനത്തിന്റെ ഉത്തരവാദിത്തം സംഘടനകൾക്ക്. കായിക സംഘടനകൾ പണം വാങ്ങി പുട്ടടിക്കുന്നു, മന്ത്രി പരിഹസിച്ചു. അവർ നന്നാകണം. അഴിമതി നടത്തുന്നു. കളരിപ്പയറ്റ് ദേശീയ ഗെയിംസിൽ നിന്നും ഒഴിവാക്കിയതിൽ PT ഉഷയ്ക്ക് പങ്കുണ്ട്. ഓരോ വർഷവും 10 ലക്ഷം രൂപയെങ്കിലും അസോസിയേഷനുകൾക്ക് കൊടുക്കുന്നു. പരാജയത്തെ വിമർശിച്ചത് ഹോക്കി പ്രസിഡന്റാണ്. അവർ ക്വാളിഫൈ ചെയ്തതുപോലും ഇല്ല. കളരി ഇല്ലാതിരുന്നതിനാൽ 22 മെഡൽ നഷ്ടപ്പെട്ടു. എല്ലാ സംഘടനയും 3-4 ഗ്രൂപ്പായി പ്രവർത്തിക്കുന്നു. കേരളം പിന്നോട്ടടിക്കുവാൻ കാരണം കായിക സംഘടനകൾ. പണം നൽകുന്നത് സർക്കാർ ആണെങ്കിലും താരങ്ങളെ തെരഞ്ഞെടുക്കുന്നതും പരിശീലിപ്പിക്കുന്നതും സംഘടനകൾ. ദേശീയ ഗെയിംസിന് 4.5 കോടി കൊടുത്തു. വിമാന ടിക്കറ്റ് കൊടുത്തു. ഒളിമ്പിക് അസോസിയേഷൻ പരാജയമാണ്, സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി പറഞ്ഞു. ദേശീയ ഗെയിംസിന് സ്പോർട്സ് കൗൺസിൽ 4.5 കോടി അനുവദിച്ചു, ഷറഫ് അലി പറഞ്ഞു. എന്നാൽ കായിക താരങ്ങളുടെ ഭക്ഷണക്കാശോ സ്പോർട്സ് കൗൺസിൽ ജീവനക്കാരുടെ ശമ്പളമോ മാസങ്ങളായി കൊടുക്കുന്നില്ല. ഫെബ്രുവരി 20-ന് 2.7 കോടി അനുവദിച്ചെന്നും കുടിശ്ശിക എല്ലാം കൊടുക്കുമെന്നും ഷറഫ് അലി പറയുന്നുണ്ട്. സ്പോർട്സ് ഹോസ്റ്റലുകളിൽ പലതും നിശ്ചലമായി.
സ്പോർട്സ് ഹോസ്റ്റലുകൾക്ക് ജൂലൈക്ക് ശേഷം ഫുഡ് സ്റ്റൈപ്പൻഡ് കിട്ടുന്നില്ല. കായിക താരമായിരുന്ന ഷറഫലി ഭരിക്കുമ്പോൾ സ്പോർട്സ് കിറ്റ് ഇല്ല. കായിക താരങ്ങൾക്ക് വേണ്ടിയല്ലെങ്കിൽ എന്തിന് സ്പോർട്സ് കൗൺസിൽ, എന്തിന് കായിക മന്ത്രി? ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് അസോസിയേഷനുകളും മന്ത്രി EP ജയരാജനും കൗൺസിലും ഒരേ ലക്ഷ്യത്തോടെ നീങ്ങി. ഇപ്പോൾ അബ്ദുൾ റഹ്മാനും ഷറഫലിയും ചേർന്നപ്പോൾ എല്ലാം കുളം. തരൂരിന്റെ നിലപാടുകൾ വീണ്ടും കോൺഗ്രസിന് തലവേദനയാവുകയാണ്. കേരളത്തിലെ ഇടതുമുന്നണിയുടെ നേട്ടങ്ങളെ പ്രകീർത്തിക്കുന്ന അദ്ദേഹത്തിന്റെ ലേഖനം കേരളത്തിലെ കോൺഗ്രസിനും മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിനെ പ്രകീർത്തിച്ച പ്രതികരണം കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും ഒന്നുപോലെ തലവേദനയായി. രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ ഡൽഹിക്ക് വിളിപ്പിക്കുകയും അമ്മ സോണിയയുടെ വസതിയിൽ വെച്ച് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ, KC വേണുഗോപാൽ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തുകയും ചെയ്തു. ചർച്ചകളെ തുടർന്ന് തരൂർ പുറപ്പെടുവിച്ച കുറിപ്പുകളിലും അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ അത്ര വ്യക്തതയില്ലെന്നതാണ് സത്യം. 2025 ഫെബ്രുവരി 14 ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് കേരളത്തിലെ വ്യവസായ മേഖലയുടെ പുരോഗതിയെ അദ്ദേഹം കണ്ണടച്ചു പ്രശംസിച്ചത്. കോൺഗ്രസിന് മാത്രമല്ല, ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്ത് വ്യവസായ വകുപ്പ് അട്ടിപ്പേറായി സൂക്ഷിച്ചിരുന്ന ലീഗിനും വല്ലാതെ കൊണ്ടു. എങ്ങനെയെങ്കിലും ഭരണം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിനേക്കാൾ വേവലാതിയോടെ പ്രവർത്തിക്കുന്ന ലീഗിനു പോലും തരൂരിന്റെ പ്രശംസ തലവേദനയായി. 2024 ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് 2021 ജൂലൈ 1 2023 ഡിസംബർ 23 ഇടയിൽ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം 254% കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് കൈവരിച്ചതായി അദ്ദേഹം പറയുന്നു. 4.5 ദശലക്ഷം കമ്പനികളുടെ 300-ലധികം നൂതന പദ്ധതികൾ പരിശോധിച്ച് തയ്യാറാക്കുന്നതാണ് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം റിപ്പോർട്ട്. 18 മാസം കൊണ്ട് ഗ്ലോബൽ ആവറേജിന്റെ 5 ഇരട്ടി കേരളം വളർന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. നോളജ് ബേസ്ഡ് ഇൻഡസ്ട്രീസ് വരുന്നു. 2 ദിവസത്തിനകം ഒരു പുതിയ വ്യവസായം കേരളത്തിൽ ആരംഭിക്കാനാവുമെന്ന മന്ത്രി രാജീവിന്റെ നയത്തെയും അദ്ദേഹം പ്രശംസിച്ചു. മോദിയുടെ അമേരിക്കൻ യാത്ര വൻ വിജയമായിരുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മോദിയുടെ മുൻപിൽ തന്റെ കളി നടക്കില്ലെന്ന് ട്രംപ് പറഞ്ഞതായി അദ്ദേഹത്തിന്റെ ഡിഫൻസ് സെക്രട്ടറി പറഞ്ഞത് അദ്ദേഹം ഉദ്ധരിച്ചു. മോദിയുടെ സന്ദർശനം മൂലം ട്രംപിന്റെ ഭീകര നികുതികളിൽ നിന്നും ഭാരതം രക്ഷപ്പെടുന്നതും നമ്മുടെ കയറ്റുമതി മേഖല ശക്തമാകുന്നതും മോശമാണോ? തരൂർ ചോദിച്ചു. കോൺഗ്രസിന്റെ കേരള കേന്ദ്ര നേതൃത്വങ്ങൾ ഇളകി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തരൂർ പറഞ്ഞതല്ല വാസ്തവമെന്നും കോൺഗ്രസിന്റെ നിലപാട് അതല്ലെന്നും വ്യക്തമാക്കി. വളരെ രൂക്ഷമായി തരൂർ തിരിച്ചടിച്ചു. ഞാൻ കോൺഗ്രസ് വക്താവല്ല, സ്റ്റാർട്ടപ്പുകളെ കുറിച്ചാണ് പറഞ്ഞത്. എന്റെ ലേഖനം ഇംഗ്ലീഷ് അറിയുന്നവർക്ക് മനസ്സിലാകും. ഉടൻ കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് ഇടതുഭരണം പരാജയമാണെന്നാണ് കോൺഗ്രസ് നയമെന്ന് വ്യക്തമാക്കി. സതീശനുമായി രസത്തിലല്ലാത്ത KPCC അധ്യക്ഷൻ K സുധാകരൻ തരൂർ പറഞ്ഞത് അത്ര വലിയ തെറ്റല്ല എന്ന നിലപാടെടുത്തു. ഏതായാലും ഹൈക്കമാൻഡ് ഇടപെട്ടു. ഇടതുമുന്നണിയുടെ വ്യവസായ നയത്തെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആന്റണി പ്രശംസിച്ച സംഭവമുണ്ട്. 2011 മെയ് 29 സംഭവം. തിരുവനന്തപുരത്തെ ഇന്തോ റഷ്യൻ സ്ഥാപനമായ ബ്രഹ്മോസ് എയർ സ്പേസ് ഉദ്ഘാടന വേദിയായിരുന്നു സ്ഥലം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുത്ത ചടങ്ങിലായിരുന്നു ഈ നിരീക്ഷണം. വികസനത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരുമായി എളമരം കരീം 100% സഹകരിച്ചു എന്നും അതുമൂലം അക്കാലത്ത് പ്രതിരോധ വകുപ്പിന്റെ 6 സ്ഥാപനങ്ങൾ കേരളത്തിൽ സ്ഥാപിക്കാനായെന്നും ആന്റണി പറഞ്ഞു. അത്തരം സഹകരണമുണ്ടായാൽ പ്രതിരോധ വകുപ്പിന്റെ മാത്രമല്ല മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളും കേരളത്തിൽ എത്തുമെന്ന് ആന്റണി പറഞ്ഞു. അത്തരം സഹകരണം ഉമ്മൻചാണ്ടി സർക്കാർ നൽകുന്നില്ലെന്ന് കുറ്റപ്പെടുത്തി. കരീമിന്റെ കാലത്ത് തൊഴിലാളി സംഘടനകളുടെ പ്രവർത്തനത്തെ ശരിക്കും നിയന്ത്രിച്ചു എന്നതായിരുന്നു ആന്റണിയുടെ ഒരു ന്യായം. അതുകൊണ്ടും കുഞ്ഞാലിക്കുട്ടിയുമായുള്ള അടുപ്പം കൊണ്ടും പിണറായി ആന്റണിയുടെ പ്രശംസ കുറ്റപ്പെടുത്തലാക്കി ചിത്രീകരിച്ചു. ഇടതു സർക്കാർ തൊഴിലാളി പീഡനം നടത്തിയെന്നാണ് പ്രശംസയിലൂടെ ആന്റണി പറഞ്ഞതെന്ന് പിണറായി വിശദീകരിച്ചു. ഏതായാലും ആന്റണിയുടെ പരാമർശം വലിയ വിഷയമായി. ചന്ദ്രിക പത്രത്തിൽ ആന്റണിയെ ചോദ്യം ചെയ്ത ലേഖനം വന്നു. ഉമ്മൻചാണ്ടി പാണക്കാട്ടെത്തി. ഹൈദരലി തങ്ങളെ കണ്ട് ചർച്ച നടത്തി. 1 മാസം കഴിഞ്ഞ് കാസർഗോഡ് HAL യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ ആന്റണി, ഉമ്മൻചാണ്ടിയും എളമരം കരീമും ഉണ്ടായിരുന്ന സദസ്സിൽ കുഞ്ഞാലിക്കുട്ടിയെ പ്രശംസിച്ച് പരിഹാരം കണ്ടു. വികസനത്തിൽ രാഷ്ട്രീയം പാടില്ല എന്ന തരൂരിന്റെ ഇന്നത്തെ നിലപാടായിരുന്നു അന്ന് ആന്റണിക്ക്.
പക്ഷേ ഹൈക്കമാൻഡ് ഇടപെട്ടില്ല. ആന്റണിയുടെ മനസ്സിൽ ലീഗിന്റെ കളികളോടുള്ള അമർഷം ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. 2004 ആന്റണിക്ക് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നതിന് പിന്നിൽ ലീഗിന്റെ കളിയുണ്ടായിരുന്നു. ശശി തരൂർ നല്ല എഴുത്തുകാരനാണ്, കായിക സ്നേഹിയാണ്, ഇംഗ്ലീഷിൽ നല്ല പദസമ്പത്തുള്ള വ്യക്തിയാണ്, ഭാരത ചരിത്രവും ലോക ചരിത്രവും അറിവുള്ളവനാണ്. ഐക്യരാഷ്ട്രസഭയിലെ ഉന്നത പദവി മൂലം അന്തർദേശീയ രംഗത്ത് അറിയപ്പെടാൻ കിട്ടിയ സാധ്യതകൾ നന്നായി ഉപയോഗിച്ചവനാണ്. എങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതിരുന്ന ശശി തരൂർ ഇന്ത്യയിലും കേരളത്തിലും രാഷ്ട്രീയത്തിൽ എന്തെങ്കിലുമായെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംഭാവനയാണ്. കേരളത്തിലെ കോൺഗ്രസുകാരുടെ ത്യാഗനിർഭരമായ പ്രവർത്തനമാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും 4 തവണയായി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണ് തരൂർ. അതിൽ കോൺഗ്രസുകാരുടെ പ്രവർത്തനം മാത്രമല്ല, അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും ഘടകമായിട്ടുണ്ട്. അതുപോലെ BJPയോട് ക്രൈസ്തവർക്കുണ്ടായിരുന്ന ഭയവും അദ്ദേഹത്തിന്റെ വിജയത്തിലെ നിർണായക ഘടകമായിട്ടുണ്ട്. എങ്കിലും റെക്കോർഡ് നേട്ടമാണ് തരൂരിൻ്റെത്. അനന്തപുരിയിൽ ഇതിനു മുൻപും 4 വട്ടം തുടർച്ചയായി ലോകസഭാംഗമായ ആരുമുണ്ടായിട്ടില്ല. ഇനി മത്സരിക്കാനില്ലെന്നും നോവൽ രചനയിലേക്ക് മടങ്ങുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. 20 വർഷമായി നോവൽ എഴുതാനായില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയ പാരമ്പര്യമില്ലാതെ രാഷ്ട്രീയത്തിൽ വന്നതുകൊണ്ടാവും അദ്ദേഹത്തിന്റെ നിലപാടുകൾ പലപ്പോഴും പാർട്ടിക്ക് വല്ലാത്ത തലവേദന ഉണ്ടാക്കുന്നതായി മാറി. വിമാനത്തിലെ കാറ്റിൽ ക്ലാസിനെ കുറിച്ച് എഴുതിയ അദ്ദേഹം സാധാരണക്കാരെ അടച്ചാക്ഷേപിച്ചത് പാർട്ടിക്ക് കിട്ടിയ അടിയായി. വിശുദ്ധ പശുക്കളെ കരുതി വിമാനത്തിലെ കാറ്റിൽ ക്ലാസിൽ സഞ്ചരിക്കാമെന്നതായിരുന്നു അദ്ദേഹം ട്വീറ്റ് ചെയ്തത്. അദ്ദേഹത്തിന്റെ നിലപാടിനെ അന്നത്തെ കോൺഗ്രസ് വക്താവ് ജയന്തി നടരാജൻ തള്ളിപ്പറഞ്ഞു. 2009 കേന്ദ്ര വിദേശകാര്യ മന്ത്രിയായിരുന്ന കാലത്ത് ഡൽഹിയിൽ 5 സ്റ്റാർ ഹോട്ടലിലായിരുന്നു അദ്ദേഹം 3 മാസം താമസിച്ചത്. പിന്നീട് കാറ്റിൽ ക്ലാസ് പ്രയോഗത്തിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞു. കൊച്ചി IPL ക്രിക്കറ്റ് ഫ്രാഞ്ചൈസി ലഭിക്കുവാൻ അദ്ദേഹം മന്ത്രിയുടെ പദവി ദുരുപയോഗിച്ചു എന്ന ആരോപണത്തെ തുടർന്ന് 2010 ഏപ്രിലിൽ തരൂരിന് കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നും രാജിവെക്കേണ്ടി വന്നു. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു രാജി. അദ്ദേഹത്തിന്റെ ഭാര്യ സുനന്ദ പുഷ്കർ അവർക്ക് ഇടപാടിലൂടെ ലഭിച്ച വിയർപ്പിന്റെ ഓഹരികൾ ഉപേക്ഷിക്കുകയും ചെയ്തു. ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ കാലത്ത് 2023 ഒക്ടോബർ 7 ഹമാസ് ഭീകരപ്രവർത്തകർ ഇസ്രായേലിൽ അതിക്രമിച്ചു കയറി നടത്തിയ ആക്രമണത്തെ തീവ്രവാദി ആക്രമണമെന്ന് ചിത്രീകരിക്കുവാൻ തരൂർ കാണിച്ച സത്യസന്ധത അന്ന് ലീഗിന് വലിയ തലവേദന ഉണ്ടാക്കിയതാണ്. 2023 ഒക്ടോബർ 26 കോഴിക്കോട് ലീഗ് നടത്തിയ പാലസ്തീൻ അനുകൂല റാലിയിൽ മുഖ്യാതിഥിയായി പ്രസംഗിച്ച തരൂർ ഹമാസിനെ തീവ്രവാദി സംഘടനയായി ചിത്രീകരിച്ചത് യോഗത്തിൽ പങ്കെടുത്തവരിൽ തന്നെ അസ്വസ്ഥതയുണ്ടാക്കി. യോഗത്തിൽ പ്രസംഗിച്ച MK മുനീറും അബ്ദുൾ സമദ് സമദാനിയും പക്ഷേ തരൂരിന്റെ നിലപാടിനെ ഖണ്ഡിക്കുകയും ഹമാസ് സ്വാതന്ത്ര്യ സമര പോരാളികളെന്ന് വാദിക്കുകയും ചെയ്തു. കോൺഗ്രസും CPM-ഉം ഹമാസ് തീവ്രവാദികളെ ന്യായീകരിക്കുന്ന കാലമായിരുന്നു. തരൂരിന്റെ വാക്കുകൾ ഇടതുപക്ഷം അന്ന് ശരിക്കും കോൺഗ്രസിനെതിരെ ഉപയോഗിക്കുകയും ചെയ്തു. സ്വരാജ് മാത്രമല്ല, ഇടതു കൂടാരത്തിലിരുന്ന് ഇസ്ലാമിക സ്റ്റേറ്റ് വാദങ്ങൾ പ്രചരിപ്പിക്കുന്ന KD ജലീലും മറ്റും തരൂരിന്റെ വാക്കുകൾക്ക് അപകടകരമായി വ്യാഖ്യാനം കൊടുത്ത് മുസ്ലിം വികാരം തങ്ങൾക്ക് അനുകൂലമാക്കുവാൻ നോക്കി. തരൂരിനെ യോഗത്തിന് വിളിച്ച ലീഗ് മുസ്ലിം സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് വരെ ജലീൽ പറഞ്ഞു. അപകടം മനസ്സിലാക്കിയ തരൂർ പിറ്റേന്ന് ഒക്ടോബർ 27 താൻ നടത്തിയ പാലസ്തീൻ അനുകൂല പ്രസംഗമായിരുന്നുവെന്നും സങ്കുചിതമായ പ്രാദേശിക വികാരത്തിൽ അതിനെ വളച്ചൊടിക്കുകയായിരുന്നുവെന്നും വാദിച്ചു. ആപത്ത് മനസ്സിലായ തന്ത്രജ്ഞനായ ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ഉടൻ കളത്തിലിറങ്ങി. തരൂരിന്റെ വിശദീകരണത്തോടെ എല്ലാം അവസാനിച്ചതായി പ്രഖ്യാപിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ആ നിലപാടാണ് എടുത്തത്. അത് കുഞ്ഞാലിക്കുട്ടി CPM ബന്ധത്തിന്റെ അടയാളം കൂടിയാവാം. തരൂരിന്റെ നിലപാടിനെ സുരേഷ് ഗോപി സ്വാഗതം ചെയ്തപ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ഹമാസ് തീവ്രവാദികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച ലീഗ് സമ്മേളനത്തെ രൂക്ഷമായി അപലപിച്ചു. വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് മടിയിൽ വെച്ച് കടിമേടിച്ച പോലെയായി അന്ന് ലീഗ്. തരൂരിനെ കോഴിക്കോട് റാലിയിൽ മുഖ്യാതിഥിയെ ക്ഷണിച്ചത് അദ്ദേഹത്തിന്റെ ആഗോള പരിജ്ഞാനവും അന്തർദേശീയ നിലവാരവും കണക്കിലെടുത്താണെന്ന് കുഞ്ഞാലിക്കുട്ടി അന്ന് വിശദീകരിച്ചു. സത്യമായും തരൂരാവും കോൺഗ്രസിന്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന് കരുതിയാണ് ലീഗ് അങ്ങനെ ചെയ്തതെന്നാണ് ഏറെ നിരീക്ഷകരും കരുതുന്നത്.
ഷീലോഹന്റെ കാഴ്ചകൾ ഇനി അടുത്തയാഴ്ച.